ഇത്രയും ബ്ലോക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ചാവക്കാട് ബീച്ച് എത്തിയിട്ടോ. കടപ്പുറത്തേക്ക് നടക്കുമ്പോഴാണ് അറിഞ്ഞത് ഒരു പൂരത്തിനുള്ള ആൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഓഹോ ബീച്ചിൽ പോയ അതേ ത്രില്ലാണ് ആരാധി ഓടിക്കൊണ്ടിരിക്കുന്നത്. മീനിന്റെ വലിയ ഫാനാണ് എൻ്റെ കൂടെയുള്ള ആള്. അതുകൊണ്ട് തന്നെ മീനൊക്കെ ഇതേ പിടിച്ചെടുത്തോന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുപ്പിക്കാൻ നിർബന്ധിക്കുകയാണ് എൻ്റെ ചേട്ടൻ കേട്ടോ. നമ്മളെത്തിയപ്പോൾ സൂര്യൻ്റെ കൂടാണയാളുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. നമ്മൾ ഇത്തിരി ലേറ്റായി പോയി ഈ ബ്ലോഗൊക്കെ കടന്നു വരുമ്പോഴത്തേനും സൂര്യൻ്റെ വഴിക്ക് പോയി തുടങ്ങി. സൂര്യൻ പോയാൽ എന്താമ്മേ, കടലിവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് മക്കൾ രണ്ടും. നമുക്ക് മുന്നേ എത്തിയവരൊക്കെ ബാൽക്കണിയിലും സ്ക്രീനിനടുത്തൊക്കെ ആയിട്ട് സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാളും ചെരുപ്പഴിക്കാനുള്ള അനുവാദം കിട്ടാൻ കാത്തു നിന്നായിരുന്നാണ് കേട്ടോ. അനുവാദം കിട്ടിയപ്പോൾ ചെരുപ്പഴിക്കുന്നത് വന്നത് കടലിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യനും ചന്ദ്രനെ ഒരേ ഫ്രെയിമിൽ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ലോങ് ഫ്രെയിമിൽ ഞാൻ രണ്ടുപേരെയും എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പേടിയുണ്ട്, എന്നാൽ കടലിൽ കുളിക്കുകയും വേണം. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒട്ടുമിക്ക എല്ലാവർക്കും ഇതേ ഫീൽ തന്നെ ആയിരിക്കും. പക്ഷെ കടൽ കണ്ടാൽ കുളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും പറഞ്ഞു വരുമ്പോഴത്തേനും സൂര്യനെ പാതി കാണാതായിട്ടോ. ഇവരീ നിൽക്കുന്ന നിപ്പ് കണ്ടു കഴിഞ്ഞാൽ മുന്നിൽ വരുന്നത് ഏതോ ഇവരെ പെറ്റാന്ന് തോന്നും. വെള്ളം കോരി കുളിപ്പിച്ച് കിന്നരിച്ചോമനിച്ചയ്യ. ഒട്ടുമിക്ക ബാലഗോപാലന്മാരും അവിടെ ചെട്ടിപ്പുറത്തായിരുന്നേ. ഇവന്റെ പേര് എഴുതാൻ പഠിച്ച പിന്നെ ഇവനെ എവിടെ പോയാലും ഇവന്റെ പേര് എഴുതി മെയിൻ ആവണം കേട്ടോ. പക്ഷെ കടലമ്മ ഇങ്ങനെ സമ്മതിക്കുന്നു തോന്നുന്നില്ല. അങ്ങനെ ഇപ്പോൾ മെയിൻ ആവേണ്ടതെന്ന് വെച്ചിട്ട് അവന്റെ പേര് പകുതി വെച്ച് മാറ്റി കളഞ്ഞേ. കടപ്പുറത്ത് കാര്യം നീട്ടിയൊന്ന് വായും പൊളിച്ചിരിക്കുന്ന ആരാധിക്ക് ഇപ്പോൾ നല്ലൊരു പണി കിട്ടുവേ. ഇതുവരെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ നല്ല സന്തോഷമായിരുന്നു. ഈ ഒരു ചിരി കാണാനാണല്ലോ നമ്മൾ മെയിനായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ മതി പറഞ്ഞിരിക്കുമ്പോഴാണ് വലിയൊരു തിര വന്നിട്ട് ഒരു മൊത്തത്തിൽ കുളിപ്പിച്ചത് കേട്ടാ. ഏതായാലും നനഞ്ഞു. ഇനിയിപ്പോൾ കുളിച്ചു കയറാന്നുള്ള മട്ടായി. കടൽ ഇത്ര ഫ്രണ്ട്ലി ആവുന്നു, ഇവർ ഇത്ര വയലന്റ് ആവും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഡ്രസ്സൊന്നും ഇവർക്ക് വേണ്ടി. ആഹാ, മധുരമില്ലാത്ത പായസം പോലെ. കടൽ കാണുമ്പോൾ എനിക്ക് എപ്പോഴും അനാർക്കലി വൈബാണ് കേട്ടോ. പാട്ടിൻ തെളിവാണൻ വാക്കിനുണ്ടോ ഒരു കാവ്യരാഗശില്പം ഇൻ പ്രാണസങ്കടം സാഹിബ സാഹിബ. ഇവരുടെ കളിയും ചിരിയൊക്കെ കണ്ട് രസപ്പെട്ട ഒരാളുടെ മുഖം കാണിച്ചിട്ട് ഞാൻ ഒരു നാൾ ഞാൻ ചേട്ടനെ പോലെ വളരും വലുതാവും. ഈ ഡുണ്ടുമണി ശരിക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. അങ്ങനെ കാഴ്ച കണ്ടു നിൽക്കുമ്പോൾ ഈ ഒരു അച്ഛനും മോളും കുറേ ദൂരത്തേക്ക് പോയിട്ടോ. ഒരു വലിയ തിരമാല വന്നപ്പോൾ ആ കുട്ടിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായി. അത് കണ്ടോടുകൂടി എൻ്റെയും കിളി മാറി. പിള്ളേരെയും ഞങ്ങൾ വേഗം തന്നെ കയറ്റിട്ടോ. രണ്ടും നല്ല ഹാപ്പിയാണ്. ഇനി നമ്മൾ പട്ടം പറത്താൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ പട്ടം പഠിക്കുന്ന ചേട്ടൻ്റെ അടുത്ത് എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അവിടുന്ന് 50 രൂപയ്ക്ക് പട്ടവും മേടിച്ച് പറത്താൻ തുടങ്ങി. പട്ടം മേടിച്ച മക്കൾക്കാണെങ്കിൽ അച്ഛനാണ് ഇതിൻ്റെ ഡ്രൈവർ കേട്ടോ. അപ്പോൾ നല്ല രസമുള്ള കാഴ്ചയാണ് കേട്ടോ. കുറേ പട്ടങ്ങൾ ഇങ്ങനെ ആകാശത്ത് ഉയർന്ന് പറക്കുന്നത് കാണാനായിട്ട്. അച്ഛൻ കുറേ നേരം പട്ടം പറത്തി മോൻ്റെ കയ്യിൽ കൊടുത്തു. മോനും അതിൽ എക്സ്പേർട്ടാണെന്ന് തെളിയിച്ചിട്ടോ. അപ്പോഴേക്കും നല്ല ഇരുട്ടായി തുടങ്ങി. തട്ടുകടകളൊക്കെ ഓണായി. അപ്പോൾ ഫുഡിൻ്റെ ഏരിയയൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. പട്ടം പറത്തി ആവേശം കൂടിയപ്പോൾ ഞങ്ങൾ ഒരെണ്ണം കൂടി വാങ്ങിയായിരുന്നു. ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറയില്ലേ, അതേപോലെ ആയിട്ടോ. അപ്പം അത് മുഞ്ചിപ്പോയേ. അങ്ങനെ ഞങ്ങളൊരു വൈബ് പാട്ടുകാരൻ ചേട്ടനെ കണ്ടുകൂട്ടിട്ടോ. പറക്കും ഡ്രാഗണും ജൈൻറ്റ് വീലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്കതിൽ കയറാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മോനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഈ കറങ്ങുന്ന കാറിൽ കുറച്ച് നേരം എടുത്ത് കറക്കിട്ടോ. ഇതിൻ്റെ അടിയിൽ കൂടെ പോയപ്പോഴേ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷൻ ഉണ്ടല്ലോ, അതിനും ഗുരുവായൂരമ്പലത്തിലൊക്കെ ഏകാദശിക്കൊക്കെ ഈ സാധനം വരും കേട്ടോ. അങ്ങനെ നമ്മൾ പോയിട്ടുണ്ട് ഒരുപാട്. അന്ന് പറഞ്ഞ കിടീനെ ആലോചിച്ചിട്ടാണ് ഞാനിരുന്നത്. പിന്നെ കുറച്ച് നേരം ആ പാർക്കിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാണ് കേട്ടോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾക്കൊരു പ്ലാനും കൂടി ഉണ്ട്. അതെന്തിട്ടെന്നല്ലേ, മന്തി. അല്ലാണ്ട് എന്താ, നമ്മൾ മന്തി കഴിക്കാനായിട്ടേ പാവട്ടിയിലുള്ള അറേബ്യൻ തട്ടുകടയിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി മന്തിയായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു ലുക്ക് തന്നെ നോക്കി എന്ത് രസമാണെന്ന് അറിയൂ. കഴിക്കാനും രസമുണ്ട്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 പേർക്കല്ല, ഒരു 5-6 പേർക്ക് കഴിക്കാനുള്ള എന്തായാലും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അത്രയും തന്നെ സൈസുള്ള പീസുകളായിരുന്നു കേട്ടോ. നല്ലൊരു ഫുഡായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.